ആശാൻ അക്ഷരം ഒന്ന് പിഴച്ചാൽ 51 പിഴയ്ക്കും ശിഷ്യന്. അതൊന്ന് പിഴച്ചാലല്ലേ, ഒന്നിൽ കൂടുതൽ പിഴച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ശിഷ്യന്മാർക്ക് ഒരു ലോഡ് പിഴയ്ക്കും. ചേട്ടാ, നമ്മുടെ ഹയർ സെക്കൻഡറിയുടെ പേപ്പർ നോക്കുകയായിരിക്കും, അല്ലാതെ ഇപ്പൊ ഈ പഴഞ്ചൊല്ലി ഇവിടെ പറയേണ്ടതിന്റെ യാതൊരു ആവശ്യമില്ലല്ലോ. ഈ മലയാളത്തിലെ തെറ്റ് കണ്ടപ്പോഴേ, നമ്മുടെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പറിലെ തെറ്റ് കണ്ടപ്പോൾ എല്ലാവരും കരുതി അതുകൊണ്ട് തീർന്നത്. ഇതിപ്പോൾ എക്കണോമിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി എല്ലാത്തിലും തെറ്റിന്റെ പെരുമഴയാണ്. അതുകൊണ്ട് അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. ഞാൻ ഇപ്പോൾ ഒരു പേപ്പർ നോക്കിയപ്പോൾ എക്കണോമിക്സിന്റെ പേപ്പറാണിത്, +1 എക്കണോമിക്സാ. ഉൽപ്പന്നത്തിന്റെ വില വർദ്ധിക്കുന്നു, ഉൽപ്പന്നത്തിന്റെ വില കുറയുന്നു, ഉപഭോക്താവിന്റെ വരുമാനം കരയുന്നു, ഉപഭോക്താവിന്റെ വരുമാനം വർദ്ധിക്കുന്നു. ഭയങ്കര കരച്ചിലാണല്ലോ. എന്ത് ചെയ്യാൻ, ഇത് കാലിക പ്രസക്തി ഉള്ളതായിരിക്കും. എനിക്കൊരു സംശയം, മലയാളം വായിക്കാൻ അറിയാത്തവരാണോ ഈ ക്വസ്റ്റ്യൻ പേപ്പർ? ഉറപ്പായും, സ്വാഭാവികമായി. ഈ മലയാളം പേപ്പർ തന്നെ കണ്ടില്ലേ, 14 തെറ്റാണ്. അതേപോലെ കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്. ദ്വിബീജ പത്രസസ്യം എന്നുള്ളിടത്ത് ദ്വിബീജ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ മറ്റേ AI-യിൽ എഴുതി ഉണ്ടാക്കിയ പോലെ തന്നെയുള്ള ചോദ്യ പേപ്പറുകളാണ് ഇപ്പോൾ വരുന്നത്. അവായു ശ്വസനം എന്നുള്ളത് ആ വായു എന്നാണ് കിടക്കുന്നത്. അപ്പൊ ഈ പിള്ളേർ എന്ത് എഴുതും? താമസത്തെ താസമമെന്നും നീലകണ്ഠശൈലത്തെ നീലകണുശൈലമെന്നും കാതോർക്കുമെന്ന പദത്തെ കാരോർക്കുമെന്നും വലിപ്പത്തിൽ എന്ന വാക്കത്തിനെ വലിപ്പിത്തിലെന്നുമാണ് മലയാളം ചോദ്യപേപ്പറിലുള്ളത്. കുട്ടികളിലെ അവധാരണശേഷി അളക്കാൻ നൽകിയ ONVയുടെ കവിതകളിലും ഗുരുതരമായ പിഴവുകളുണ്ട്. പദത്തിന് അർത്ഥവ്യത്യാസം വരുത്തുന്ന തരത്തിൽ അക്ഷരത്തെറ്റുകൾ കടന്നുകൂടിയിട്ടുണ്ട്. 7 പേജുള്ള ചോദ്യക്കടലാസിൽ 18-ലധികം തെറ്റുകൾ. പദവിന്യാസത്തിലും അക്ഷരങ്ങൾ തമ്മിലുള്ള അകലത്തിലും വരെ വലിയ വ്യത്യാസം. അക്ഷരത്തെറ്റുകൾ +2 മലയാളം പരീക്ഷയിൽ മാത്രമല്ല, +1 കെമിസ്ട്രി, ബയോളജി പരീക്ഷകളിലും തെറ്റ് ആവർത്തിച്ചു. പൊതുപരീക്ഷാ നടത്തിപ്പിൽ പാലിക്കേണ്ട ചട്ടങ്ങളുടെ ലംഘനവും ഗൗരവമില്ലായ്മയുമാണ് ഈ പേപ്പറുകൾ. ജാഗ്രത കുറവും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയും ഒന്നുപോലെ പ്രകടമാണ് ഈ ചോദ്യക്കടലാസുകളിൽ. അപ്പൊ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനിയുള്ള പരീക്ഷകളൊക്കെ അവർ ശ്രദ്ധിക്കുമായിരിക്കുമല്ലേ? ഇനിയിപ്പം പ്രൂഫ് റീഡ് ചെയ്യുമായിരിക്കും. എന്തുറപ്പ്? മലയാളത്തിൽ സംഭവിച്ചിട്ട് പിന്നെയുള്ള പരീക്ഷയിലൊക്കെ സംഭവിച്ചില്ലേ? സ്വാഭാവികം, ഇനിയും സംഭവിക്കാം.